Assalamu alaikum warahmatullahi wabarakatuh. Alhamdulillah, assalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. 17th ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു കഴിഞ്ഞു. ആ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മള് ഏകദേശം ചാപ്റ്റർ തീരാനായിക്കിന്. പതിനേഴാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ ഒരു റിവിഷൻ ആയിരുന്നല്ലേ ആ, 17ാമത്തെ ചാപ്റ്റർ. അതെ അതെ അതെ. അതിലെന്തൊക്കെ നമ്മള് റിവിഷൻ ചെയ്ത് ആ ചാപ്റ്ററിൽ 17ാമത്തേല്? ബഹുവചനത്തിന്റെ ആ അതായത് നമ്മള് സിഫത്ത് മൗസൂഫ് സിഫത്ത് പറയുമ്പോ മൗസൂഫ് എന്താണ്? ബഹുവചനാണെങ്കിൽ അതിന് സിഫത്ത് പറയുമ്പോ എന്ത് പറയണം? ബുദ്ധി ഇല്ലാത്തതാണെങ്കിൽ അതിന്റെ ഇതെന്ത് പറയണം? സിഫത്ത് എന്ത് പറയണം? ഏകവചനം സ്ത്രീലിംഗാക്കി പറയണം. അതേപോലെ തന്നെ മുബത്തതയിലും ഹബറിലും മുബത്തത എന്താണ്? ബഹുവചനം. പിന്നെ ബുദ്ധി ഇല്ലാത്തതാണെങ്കിൽ അതിന്റെ ഹബർ എന്തായിരിക്കണം? ഏകവചനം സ്ത്രീലിംഗായിരിക്കണം. ആയിരിക്കണം. ഇതില് പിന്നെ പഠിച്ച് ആ, ഹിമാറെന്നുള്ളതിന്റെ ബഹുവചനം എന്താണ്? ഹുമുറുൻ, ഹുമുറുൻ. പിന്നെ ഹമീറുൻ, ഹമീറു, ഹമീറുൻ. ഹിമാറിന് രണ്ട്
കേൾക്കുന്നില്ലല്ലോ. ആളെ കാണാനേ ഇല്ലല്ലോ. കുറെ നേരമായില്ലോ. ലീവ് ചെയ്ത് പോയതായിട്ട് കാണിക്കണം. ആ ഹക്കലുന്റെ പ്ലൂരല് ഹുക്കൂക്കുന്നല്ലേ? ഹക്കലുൻ ജമ്മു ഹുക്കൂക്കുൻ. വയല് വയൽ വയൽ. നെല്ലൊക്കെ ഉണ്ടാക്കണ പാടം. പാടം ഹുക്കൂലുൻ 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 എന്നാട്ടോ. ഹുക്കൂലുൻ. ഹക്കലുൻ ഹുക്കൂലുൻ. ഷഫ്ല ടീച്ചറിന്റെ ഫോണിന് എന്ത് പറ്റുമല്ലോ? ഞാൻ വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജോയിൻ ആവാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. Shafla class. Join now. 1 minute. I will join soon.
ഹലോ കേക്കുന്നില്ലേ? ഹലോ ആ ആ അപ്പൊ ഇതിൽ ഇതുവരെ പഠിച്ചത് എന്താണ്? നമ്മള് ബഹുവചനം പഠിച്ച്, ഏകവചനം പഠിച്ച്. അതിന്റെ ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്താണ്? ദ്വിവചനം അഥവാ ഡ്യുവൽ ഫോം. ഡ്യുവൽ ഫോം പറഞ്ഞാൽ എന്താ? ഡബിള്, രണ്ടെണ്ണം. സിംഗുലർ പറഞ്ഞാല് ഏകവചനം, ബഹുവചനം എന്ന് പറഞ്ഞാൽ പ്ലൂറൽസ് അഥവാ രണ്ടില് കൂടുതലുള്ളതിനാ പറയണത് എന്ത്? ബഹുവചനം. രണ്ടില് കൂടുതലുള്ളതിന്. അപ്പൊ രണ്ടെണ്ണം ഉള്ളതിന് എന്താ പറയാ? രണ്ടെണ്ണം ഉള്ളതിന് അറബിയിൽ പറയുന്നതാണ് എന്ത്? മുസന്ന. മുസന്ന ദ്വിവചനം അഥവാ ഡ്യുവൽ ഫോം. അപ്പൊ അതാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ ഇതില് രണ്ടാമത്തെ കാര്യം പഠിക്കാൻ പോകുന്നത് കം. കം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര എത്ര എണ്ണ എത്ര. എത്ര എന്നുള്ള പറയുന്നത് എത്ര. അപ്പൊ കമ്മിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. കം പറഞ്ഞാല് ഇംഗ്ലീഷിൽ പറയുമ്പോ ഹൗ മെനി. അതെ. അപ്പൊ കമ്മിന് ശേഷം വരുന്നതിനുള്ള വ്യത്യാസങ്ങൾ, കമ്മിന് ശേഷം എങ്ങനെയാണ് വരുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഒന്നിന് എന്താ പറയാ? ഒന്നിന് എന്താ അറബിയിൽ പറയാ? ഒന്ന് എന്നുള്ളതിന് എന്താ പറയാ? വാഹിദ് ആ തീരെ അപ്പൊ വാഹിദൻ വോളിയല്ലല്ലോ. വോളിയല്ലേ? ഉണ്ട്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. കേൾക്കുന്നില്ല. ഉണ്ട് അല്ല. ഒരു മിനിറ്റ്. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ആ അപ്പം അപ്പൊ വാഹിദ് എന്നുള്ളത് ഒന്ന്. അപ്പൊ രണ്ട് എന്നുള്ളതിന് എന്താ പറയാ? ഇസ്നാൻ. ഇസ്നാനി. അപ്പൊ ഇസ്നാനി എന്നാണ് രണ്ടിന് പറയാ. ആ ഹുവ എന്ന് പറഞ്ഞാൽ എന്താ? ഹുവ ഹുവ അവൻ. 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 അപ്പം അവൻ ഒരാള്. ഹുവ എന്ന് പറഞ്ഞാല് അവൻ ഒരാള്. അവർ രണ്ടുപേരെന്നുള്ളതിന് എന്താ പറയാ? അവർ രണ്ടുപേര്. ഹുമ. ഹുമ. ഹാവുലായി പറഞ്ഞാല് ആ കൂട്ടരാണ്. അഥവാ അതെന്താണ്? മൂന്നില് കൂടുതലുള്ള ആൾക്കാർക്ക് പറയുന്നത് എന്താണ്? ഹാവുലായി. ഓക്കെ അല്ലേ? ഹുവ എന്ന് പറഞ്ഞാല് മുഫ്രദ്, ഓക്കെ. ഏകവചനമാണ്. അഥവാ അവൻ ഒരാള്. അവർ രണ്ടുപേര് എന്നുള്ളതിന് എന്താ പറയാ? അമ്മ. ഹുമ. ഹുമ. അപ്പൊ ഹുവ എന്നുള്ളതിന്റെ ദ്വിവചനാണ് എന്ത്? ഹുമ എന്നുള്ളത്. ദ്വിവചനം ഹുമ അഥവാ മുസന്ന. അറബിയിലെ ദ്വിവചനത്തിന് പറഞ്ഞതാണ് എന്ത്? മുസന്ന. പിന്നെ രണ്ട് വീടുകൾ എന്നുള്ളതിന് എന്താ പറയാ? രണ്ട് വീട്. രണ്ട് വീട്. പോയോ? ബൈത്താനി എന്നാണ്. ബൈത്താനി. രണ്ട് വീടിന് ബൈത്താനി എന്ന് പറയും. രണ്ട് കൈകൾ എന്നുള്ളതിന് എന്താ പറയാ? കൈക്ക് എന്താ പറയാ? ഹാൻഡിന് എന്താ അറബിയിൽ പറയാ? യദുൻ. യദൻ. അപ്പൊ രണ്ട് കൈ എന്നുള്ളതിന് എന്താ യദൻ. പറയാ? യദാൻ. യദാനി. അപ്പൊ നമ്മള് യദാനി. ദ്വിവചനാക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ ഏകവചനത്തിന്റെ അവസാനം ആനി ചേർത്ത് കൊടുത്താൽ എന്താവും? അത് ദ്വിവചനം അഥവാ ഡ്യുവൽ ഫോം ആവും. അഥവാ ഇവിടെ ഇപ്പൊ എന്താണ്? ബൈത്തുൻ. ബൈത്തുൻ എന്നുള്ളത് എന്താണ്? ഒരു ഏകവചനാണ്. ബൈത്തുൻ പറഞ്ഞ ഒരു വീട്. അപ്പൊ അത് രണ്ട് വീട് എന്നുള്ളതിന് അങ്ങനെ പറയാ? ബൈത്താനി. അതിന്റെ അവസാനം എന്ത് കൊടുത്താൽ മതി? ഒരു അലിഫും ആനി. നൂനും ആനി ചേർത്ത് കൊടുത്താൽ എന്താവും? ദ്വിവചനം ആവും. ദ്വിവചനാകും. രണ്ടും ആവും. അത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. അവസാനം എന്ത് കൊടുത്താൽ മതി? ഒരു അവസാനം ആനി ചേർത്ത് കൊടുത്താൽ എന്താവും? അത് ദ്വിവചനം ദ്വിവചനം. ആകും. ഇനി നമുക്ക് ഈ പാഠം വായിക്കുമ്പോ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഇതില് എന്തേലും ഈ ഹുമ സ്ത്രീലിംഗാണ്, രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റും. അഹുമ എന്നുള്ളത് സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുക. സ്ത്രീലിംഗത്തിന് പുല്ലിംഗത്തിന് അവൾ രണ്ട് പേര്, അവൻ രണ്ട് പേര് എന്നുള്ളതിന് ഹുമ തന്നെയാണ് ഉപയോഗിക്കുക. ഹീയന്റതും ഹുവന്റതും ദ്വിവചനത്തിന്റെ ഫോം ഒന്നാണ്. ഹുമ എന്നാണ് രണ്ടെണ്ണത്തിന്റെ ഒരേ രൂപം. ഇനി അടുത്തൊരു ചാപ്റ്റർ വായിക്കുമ്പോ ഒന്നും കൂടി മനസ്സിലാവും. അൽ മുദരിസ്. മുദരിസ് പറഞ്ഞാൽ എന്താണ്? അധ്യാപകൻ. ടീച്ചർ.
അധ്യാപകൻ, ടീച്ചർ. അപ്പൊ കം അഹൻ ലക യാ മുഹമ്മദു. കം എത്ര, അഹൻ ലക യാ മുഹമ്മദു. ഇതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കട്ടെ. How many brothers are ഹേ മുഹമ്മദേ, നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? ഇനി അടുത്ത ആർക്കെങ്കിലും പറയാണ്ടോ അർത്ഥം? വേറെ ആർക്കെങ്കിലും അർത്ഥം പറയാണ്ടോ? കം അഹൻ ലക യാ മുഹമ്മദു. ആർക്കും എന്തെങ്കിലും പറയാണ്ടോ? അപ്പൊ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത് കം എന്നുള്ളത് എന്താണ്? എത്ര. അതിന് ശേഷം വരുന്ന പദം എന്തായിരിക്കും? നമ്മളെന്താണ് അറബിയില് ബഹുവചനമാണ്, അഥവാ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ബഹുവചനമായിട്ടാണ് പറയേണ്ടത്. പക്ഷെ അതെന്താണ്, നമ്മൾ എഴുതുമ്പോ അത് ഏകവചനത്തിലായിരിക്കണം. മനസ്സിലായോ? അഥവാ നമ്മൾ അറബിയിൽ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ബഹുവചനാണ്, അഥവാ പ്ലൂറലാണ് കമ്മിന് ശേഷം വരുന്നത്. അർത്ഥം പറയുമ്പോഴൊക്കെ നമ്മൾ ബഹുവചനമായിട്ടാണ് പറയുന്നത്. പക്ഷെ എഴുതുമ്പോൾ അത് യഥാർത്ഥത്തിൽ എന്താണ്? എഴുതുമ്പോൾ എന്താണ് എഴുതേണ്ടത്? ഏകവചനമായിട്ടാണ് എഴുതേണ്ടത്. ഇവിടെ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കം അഹൻ ലക യാ മുഹമ്മദു. കം അഹൻ ലക യാ മുഹമ്മദ്. മുഹമ്മദേ, നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്, അല്ലെങ്കിൽ എത്ര സഹോദരങ്ങളുണ്ട്. അപ്പൊ അവിടെ എത്ര സഹോദരനുണ്ട് എന്നല്ല ചോദിക്കേണ്ടത്, എത്ര സഹോദരന്മാരുണ്ട് എന്നാ ചോദിക്കേണ്ടത്. മനസ്സിലായോ? ഇവിടെ അർത്ഥം പറയുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മള് കമ്മിന് ശേഷം വരുന്നത് എയ്ത്തിന് ഏകവചനമായിട്ട്, പക്ഷെ അത് നമ്മൾ പറയുമ്പോ എന്താണ്? ബഹുവചനമായിട്ടാ പറയേണ്ടത്. ശരിക്കും അറബിയിൽ ബഹുവചനമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ അവിടെ എയ്ത്തിൽ എന്താണ്? ഏകവചനമായിട്ടാണ്. അപ്പൊ നമ്മൾ അർത്ഥം പറയുമ്പോൾ നിനക്ക് എത്ര സഹോദരൻ ഉണ്ട് എന്നല്ല ചോദിക്കേണ്ടത്, നിനക്ക് എത്ര സഹോദരങ്ങൾ ഉണ്ട്. അത് ബഹുവചനാക്കിയിട്ടാണ് പറയേണ്ടത്. നിനക്ക് എത്ര സഹോദരങ്ങൾ ഉണ്ട്. അപ്പൊ ഒരാള് ചോദിക്കുകയാണെങ്കിലോ? ആര്? ഇപ്പൊ എത്ര സഹോദരനുണ്ട് അങ്ങനെ ചോദിക്കൂലേ? അല്ല, ഇവിടെ പൊതുവേ ഉള്ളതാണ്. നമ്മളിപ്പോ ഇവിടെ മുഹമ്മദിനോട് മാത്രല്ല ചോദിക്കുന്നത്. ഇപ്പൊ ചോദിക്കുന്ന ആൾക്കാരെ മുഹമ്മദിന് എത്ര സഹോദരന്മാരുണ്ടെന്ന് അറിയോ? അപ്പൊ അത് ആരോട് ചോദിക്കുകയാണെങ്കിലും നമ്മൾ പറയുമ്പോ എന്താണ് പറയേണ്ടത്? ബഹുവചനായിട്ടാണ് പറയേണ്ടത്. പക്ഷെ എഴുത്തിൽ അതെന്തായിരിക്കും? ഏകവചനമായിരിക്കും. അടുത്തത് പിന്നെ ഈ കമ്മിന് ശേഷം വരുന്ന വാക്കിന് എന്താ പറയാ? കമ്മിന് ശേഷം വരുന്ന വാക്കിന് അറബിയിൽ എന്താ പറയാ? അറബിയിൽ തമീസ് എന്നാണ് പറയാ. അഥവാ കമ്മിന് ശേഷം വരുന്ന പദത്തിന് അറബിയിൽ തമീസ് എന്നാണ് പറയാ. പിന്നെ കമ്മിന് ശേഷം വരുന്ന വാക്കിന് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാണ്ട്. കമ്മിന് ശേഷം വരുന്നത് മൻസൂബായിരിക്കും, അഥവാ നസ്ബായിരിക്കും. മനസ്സിലായോ? കമ്മിന് ശേഷം വരുന്നതിന് മൻസൂബായിരിക്കും, അഥവാ ഇവിടെ കണ്ടില്ല, കം അഹൻ, ഇവിടെ മൻസൂബാണ്, രണ്ട് ഫത്ഹാണ്, തെൻവീനുള്ള ഫത്ഹാണ്. അപ്പൊ നമ്മൾ എന്ത് പറയണം? തെൻവീൻ ഇട്ട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ വാക്കിന് ഒരു എക്സ്ട്രാ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവിടെ എന്ത് ഇട്ട് കൊടുക്കണം? ഒരു എക്സ്ട്രാ അലിഫ് ഇട്ട് കൊടുക്കണം. തെൻവീന് വരുമ്പോ, ഫത്ഹത്തിന്റെ തെൻവീന് വരുമ്പോ നമ്മൾ ആ വാക്കിന് സപ്പോർട്ട് ആയിട്ട് എന്ത് ചെയ്യണം? ഒരു എക്സ്ട്രാ അലിഫ് ഇട്ട് കൊടുക്കണം. ഒരു കാര്യത്തിന് വേണ്ടി. അത് നമുക്ക് അടുത്തതിൽ പഠിക്കാം. ഓക്കെ അല്ലേ? ഈ വാക്ക് ഓക്കെ അല്ലേ? ഇത് മനസ്സിലായോ? കമ്മിന് ശേഷം വരുന്നത് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലായി. ഇനി അടുത്തത് ലി അഹുൻ വാഹിദുൻ. ലി പറഞ്ഞാൽ എന്താണ്? എനിക്കുണ്ട്. ആര്? അഹുൻ. എനിക്ക് എത്ര സഹോദരന്മാരാണുള്ളത്? അഹുൻ വാഹിദുൻ. ഒരു സഹോദരനാണ് എനിക്കുള്ളത്, ഒരു സഹോദരൻ. അപ്പൊ അഹുൻ എന്നുള്ളത് എന്താണ്? ഏകവചനം ആയതുകൊണ്ട് അതിന്റെ വിശേഷണം എന്താണ്? ഏകവചനമാണ്. വാഹിദുൻ, എനിക്കൊരു സഹോദരനാണ് ഉള്ളത്. അടുത്തത് അൽ മുദരിസ്. വകം ഉഖ്തൻ ലക.
അപ്പൊ ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞത് എനിക്ക്. കം ഹുത്തൻ ലക. എത്ര സഹോദരിമാരുണ്ട്? എത്ര നിനക്ക് എത്ര എത്ര സഹോദരന്മാരുണ്ട്? സഹോദരിമാരുണ്ട്? സഹോദരിയാണ്. എത്ര സഹോദരി ഉണ്ടെന്നാണ് ചോദിക്കേണ്ടത്. എത്ര സഹോദരിമാരുണ്ട്. ഉണ്ട്. നിനക്ക് എത്ര സഹോദരിമാർ ഉണ്ട്. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഉഹുത്തന്നെ എന്താണ് ഇവിടെ ഫത്ഹത്ത് കമ്മിന് ശേഷം വരുന്നത് എന്താണ്, അതിന് ശേഷം വരുന്നതിന് എന്ത് വേണം? നസ്ബ്. ഫത്ഹത്ത് തെൻവീൻ, നസ്ബ് വേണം, ഫത്ഹത്ത് തെൻവീൻ വേണം. അപ്പൊ അതിന് തെൻവീൻ വരുമ്പോ എന്ത് വേണം? നമുക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിട്ട് എന്ത് ചെയ്യണം? ഒരു അലിഫ് അവിടെ ഒരലിഫ് കൊടുക്കണം. ഇടും. വക്കാം ഉഹ്തൻ ലക. നിനക്ക് എത്ര സഹോദരിമാരുണ്ട്. ഈ രണ്ട് തൻവീൻ ഇടുന്നേനാ മൻസൂബ് എന്ന് പറഞ്ഞേ? ആ ആ മൻസൂബ്. ഫത്തഹും കസ്റും ബൊമ്മൊക്കെ അതിൽ ഉൾപ്പെടോ? ഫത്തഹത്തിൻ്റെതാണ് നസ്ബ്. ഫത്തഹിനാണ് ഫത്തഹ് പറഞ്ഞ ഒരു ഫത്തഹ്, മൻസൂബ് പറഞ്ഞത് തെൻവീൻ ഉള്ളതിന് പറയും. ഓക്കെ, ശരി ശരി, താങ്ക് യു. അങ്ങനെയല്ല കേട്ടോ. ഫത്തഹ് പറഞ്ഞാല് ഈ മൻസൂബ് പറഞ്ഞാൽ നമ്മൾ ഏറാബ് പറയുമ്പോ പറയുന്നതാണ്. അഥവാ നമ്മൾ ഗ്രാമർ ആയിട്ട് പറയുമ്പോ ഓരോന്ന് പറയണം. അപ്പൊ ഗ്രാമർ ആയിട്ട് പറയുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഫത്തഹ് തൻവീൻ എന്ന് പഠിച്ചാൽ മതി. മൻസൂബ് തന്നെ പഠിക്കണമെന്നില്ല. ഫത്തഹ് തൻവീന് പറഞ്ഞാൽ മതി. ഇനി അടുത്തത് വകാ മുഹ്തൻ ലക ചോദിച്ചാല് നിനക്ക് എത്ര സഹോദരിമാർ ഉണ്ട്. അപ്പൊ എന്താ മറുപടി പറഞ്ഞത്? ലീ ഉഹ്താനി. ലീ ഉഹ്താനി. അപ്പൊ ഇവിടെ എന്താണ്? ലീ പറഞ്ഞാൽ എന്താണ്? എനിക്കുണ്ട്. ഉഹ്താനി, രണ്ട് സഹോദരിമാർ. അപ്പൊ ഉഹ്തുൻ പറഞ്ഞാൽ എന്താണ്? ഉഹ്തുൻ സിംഗുലർ. സിംഗുലർ. അപ്പൊ ആ സിംഗുലറിനെ നമ്മള് മുസന്നാക്കുമ്പോ എന്ത് ചേർത്ത് കൊടുത്ത്? അലിഫും നൂനും. അലിഫും നൂനും എന്തെങ്കിലും അവസാനം ചേർത്ത് കൊടുത്തപ്പോ എന്തായി? അതെന്തായി? രണ്ട് ആൾക്കാർക്ക് രണ്ട് ദിവചനമായി. ഇനി അടുത്തത് അൽ മുദരിസു അധ്യാപകൻ. കം അചലതൻ ലിദ്ദറാജതി യാ ഹാമിദു. കം അചലതൻ. അചലത്തിന് പറഞ്ഞാൽ എന്താണ്? ചക്രം. 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 കം അചലതൻ, ചക്രം പറഞ്ഞാല് വീര്. അപ്പൊ അവിടെ അർത്ഥം എന്താ പറയേണ്ടത്? എത്ര വീൽ. എത്ര മുഹമ്മദേ സൈക്കിളിന്. കം അചലത്തിന്റെ മാത്രമാണ്. കം അചലത്തിന്റെ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര ചക്രങ്ങൾ. എത്ര ചക്രങ്ങളുണ്ട്, എത്ര വീലുകളുണ്ട്. അപ്പൊ അവിടെ എന്താണ് നമ്മള് ബഹുവചനമായിട്ടാണ് അർത്ഥം പറയേണ്ടത്. കം അചലത വെച്ചാല് എത്ര ടയറുകൾ ഉണ്ട്, എത്ര വീലുകൾ ഉണ്ട്. ലി ദറാജത്തി എന്തിന്? സൈക്കിളിന്. ബൈസൈക്കിളിന് എത്ര ടയറുകൾ ഉണ്ട്. യാ ഹാമിദു, ഏ ഹാമിദൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മള് കമ്മിന് ശേഷം വരുമ്പോ എന്ത് വേണം? ഫത്ഹ തൻവീന് വേണം. അപ്പൊ അതിന് ഫത്ഹ തൻവീന് വരുമ്പോ എന്ത് വേണം? ഒരു അലിഫ് അതിന് വേണം. അതിന് സപ്പോർട്ടിന് കൊടുക്കണം എന്ന് പറഞ്ഞില്ല. അപ്പൊ ഇവിടെ അചലത്തിന് എന്തുകൊണ്ട് ഫത്ഹ തൻവീന് വന്നിട്ടും അലിഫ് സപ്പോർട്ടിന് കൊടുക്കാത്തത്? മർബൂത്ത വന്നത് കൊണ്ടാണ്. എന്ത് അത് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ഒരു എക്സെപ്ഷന് മാത്രമേ ഉണ്ട്. അതായത് നമ്മള് ഫത്ഹ് തൻവീൻ ഇടുമ്പോ അലിഫ് സപ്പോർട്ടിന് ഇടണം. അത് കമ്മിന് ശേഷം വരുന്നതിനോണ്ട് മാത്രമല്ല, ഫത്ഹ് തൻവീൻ എവിടെ വരുന്ന അവിടെ അലിഫ് എന്ത് ചെയ്യണം? ആ വാക്കിന് സപ്പോർട്ടായിട്ട് വെക്കണം. ഏതിനൊഴികെ ആ വാക്കിന്റെ അവസാനം മർബൂത്ത് അഥവാ ക്ലോസ്ഡ് ആണെങ്കിൽ എന്തിന്റെ ആവശ്യമില്ല. അവിടെ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? അലിഫ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ അചലത്തിന് എന്ത് വരാത്തത്? ഫത്ഹ് തൻവീന് വരാത്തത്. ഓക്കെ അല്ലേ? കം അചലത്ത് വെച്ചില്ല എത്ര ടയറുകൾ ഉണ്ട്. ഈ ദറാജത്തി ബൈസൈക്കിളിന്. യാ ഹാമിദു, ഏ ഹാമിദെ. അവിടെ യാ ഹാമിദുന് എന്താ സുക്കൂന് തെൻവീന് വരാത്തത് എന്താണ്? യാന്ന് വരുമ്പോ തൻവീൻ പാടില്ല. യാ വരുമ്പോ എന്ത് പറ്റൂല? തെൻവീന് ഇട്ട് എഴുതാൻ പറ്റൂല. ഒരു മിനിറ്റ്.
ആ അപ്പൊ കം അചലത്തെ എത്ര ടയറുകൾ ഉണ്ട് ലി ദർറാജത്തി ബൈസൈക്കിളിന് യാ ഹാമിദു ഹാമിദൻ. അപ്പൊ ഹാമിദ് പറയാം ലഹ അതിനുണ്ട്. ഇവിടെ ലഹ എന്ന് പറയാൻ കാരണം എന്താണ്? ലഹ അതിന് പറയാൻ ടയർ കാരണം ദറാജത്ത് കുതിര അജലത്തും സ്ത്രീലിംഗമായതുകൊണ്ട്. സ്ത്രീലിംഗം. ആ ഇവിടെ ലഹ എന്ന് പറഞ്ഞ അതിനുണ്ട്. ഏതിനുണ്ട് എന്നാ പറയുന്നത്? സൈക്കിളിലുണ്ട്. ദറാജത്ത് സൈക്കിൾ. സൈക്കിൾ. ദർറാജത്തിനാണ് ഇവിടെ ആ, ലഹ എന്നുള്ള ലൊമിയർ മടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ആ, സ്ത്രീലിംഗം ലഹ. ആക്കിയത്. ലഹ അതിനുണ്ട് എന്ത്? ഉം. അചലതാനി 2 രണ്ട് ടയറുകൾ. ചക്രം. അപ്പൊ ഇവിടെ നമ്മള് അവസാനം 2 താ വരുന്നതിന് അല്ല താമർഭൂത്ത് വരുന്നത് നമ്മള് എന്താണ് അത് മുസന്ന ദ്വിവചനമാക്കുമ്പോ അഥവാ ഡ്യുവൽ ഫോം ആക്കുമ്പോ എന്താണ് അചലത്ത് എന്നുള്ളതിന് എന്താണ് അവസാനം റൗണ്ടത്താണ് താവ് മർബൂത്താണ്. അപ്പൊ റൗണ്ടത്താണ്. അപ്പൊ അത് നമ്മൾ മുസന്ന ആക്കുമ്പോ ആ റൗണ്ടത്ത എന്തായിട്ട് മാറും? ഓപ്പൺ താ ആയിട്ട് മാറും. ഇവിടെ കണ്ടില്ലേ അചലത്താനി. അചലത്തൻ 1 ടയർ എന്നാണ്. അപ്പൊ ഇവിടെ ദ്വിവചനമാക്കിയപ്പോ എന്തായി? അചലത്താനി. ഇവിടെ ആ താമർഭൂത്ത് ഉള്ളത് എന്തായി? ഓപ്പൺ താ ആയിട്ട് മാറി. അചലത്താനി 2 ടയർ. അതിനുണ്ട് എന്ത്? 2 ടയറുകൾ. ഇതുവരെ ഇതിൽ എന്ത് കൺഫ്യൂഷൻ ഉണ്ടോ? ഇതിലൊന്ന് ശ്രദ്ധിക്കേണ്ടത് കമ്മിന് ശേഷം വരുന്നതിന് എന്തായിരിക്കും? തൻവീനായിരിക്കും. മൻസൂബായിരിക്കും. ആ മൻസൂബിന് നമ്മളിപ്പം കമ്മിന് ശേഷം എന്നല്ല ഏത് വാക്കിന്റെ കൂടെ ഫത്ഹ് തൻവീന് വരുന്ന അതിന്റെ കൂടെ എന്ത് വേണം? ഒരു അലിഫ് എന്ത് ചെയ്യണം? സപ്പോർട്ടിന് വെച്ച് കൊടുക്കണം. ഏതിനൊഴികെ ആ വാക്കിന്റെ അവസാനം മർബൂത്ത് ആണെങ്കിൽ അതിന് ഫത്ഹ് തൻവീൻ ഇടുമ്പോ അലിഫ് ഇടേണ്ട ആവശ്യമില്ല. കാരണം അത് അവസാനം ഉള്ളത് റൗണ്ടത്താണ്. അതിന് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഒരു ഏകവചനത്തെ ദ്വിവചനം അഥവാ ഡ്യുവൽ ഫോം ആക്കുമ്പോൾ അവസാനം ആണെങ്കിലോ എന്ത്? അള്ളാഹുവിന്റെ ഹാ ഹാ വരുവാണെങ്കിൽ ലാസ്റ്റിൽ മർബൂത്താന് പിന്നെ ഒരു ഹാ ഇല്ലേ? അത് വരാണെങ്കിൽ ഹാനി. അതിനുണ്ടല്ലേ? ഏത് നിങ്ങൾ ചോദിച്ചിട്ട് മനസ്സിലായില്ല. അല്ല മർബൂത്താക്കല്ലേ ഇത് ഇടൂലെന്ന് പറഞ്ഞ? ഇപ്പോഴും ഇത് നിങ്ങൾ പഠിച്ചാൽ മതി. ബാക്കി നിങ്ങൾക്ക് പഠിത്ത പറയും. അചലത്തൻ അങ്ങനെ ഹാ അങ്ങനെ അവസാനം തെമ്മിനിട്ട് വരലുണ്ടോ? റൗണ്ട് ഉള്ളതല്ലേ? ഹാവ് മർബൂത്ത തന്നെയല്ലേ? അപ്പൊ അത് അതിനങ്ങനെ വരുമോ തെമ്മീൻ ഉണ്ടായിട്ട്? അറിയില്ല, ചോദിച്ചതൊരു ഡൗട്ട്. ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. നിങ്ങൾ ചോദിച്ചപ്പോൾ കൺഫ്യൂഷൻ. അപ്പൊ എന്താണ് നമ്മൾ ഒരു ഏകവചനത്തെ ദ്വിവചനമാക്കുമ്പോ എന്താണ് അവസാനം അലിഫ് ഏകവചനത്തെ ദ്വിവചനമാക്കണമെങ്കിൽ അവസാനം അലിഫ് നൂന് ചേർത്ത് കൊടുത്താല് ഇതെന്തായി? ദ്വിവചനമായി. ഇനി അടുത്തത് ഒരു അവസാന മർബൂത്തുള്ള ഒരു ഏകവചനത്തിനാണ് മുസന്ന ആക്കുന്നുണ്ടെങ്കിൽ ആ താമർബൂത്ത് എന്തായി മാറും? ഓപ്പൺ താ ആയിട്ട് മാറും. ഇത്രേ ഉള്ളൂ ഇതില് പഠിക്കാനുള്ള. ഇനി അടുത്തത് കം ഈദൻ ഫിസ് സനത്തി യാ സക്കരിയ. കം ദ്വിവചനത്തിലോ? എന്ത് ദ്വിവചനത്തിലാണോ താമർബൂത്ത? ഓപ്പൺ തായി മാറും. ഓപ്പൺ തായി മാറുന്നത് ഒരു ഏകവചനത്തിന്റെ അവസാനം താമർബൂത്താണ്. ഇപ്പൊ അചലത്തൻ പറഞ്ഞ എന്താ? ടയറാണ്. ആ അചലത്തൻ എന്നുള്ളതിന് നമുക്ക് ദ്വിവചനമാക്കണമെങ്കിൽ ഈ റൗണ്ടത്തെ എന്തായിട്ട് മാറും? ഓപ്പൺത്തെ ആയിട്ട് മാറും. അത് അടിയിൽ കണ്ടില്ല? അചലത്താനി. അജലത്താനി. ഈ താമർബൂത്ത് എന്തായി മാറി? ഓപ്പൺത്തെ ആയിട്ട് മാറും. അങ്ങനെ താമർബൂത്ത് എന്താവും? ദ്വിവചനമാക്കുമ്പോൾ എന്തായി മാറും? ഓപ്പൺത്തെ ആയിട്ട് മാറും. അൽ മുദരിസു കം ഈദൻ ഫി സനത്തി യാ സക്കരിയ. കം ഈദൻ. ഈദൻ പറഞ്ഞ എന്താ? എത്ര ആഘോഷങ്ങൾ. കം വന്നാൽ എന്ത് പറയണം? അതിനുശേഷം ദ്വിവചനമാക്കി പറയണം. ഈ മാസത്തിൽ. കം ഈദൻ. അപ്പൊ നമ്മൾ അർത്ഥം പറയുമ്പോഴൊന്നും എത്ര ആഘോഷമുണ്ട് എന്നല്ല പറയേണ്ടത്. എത്ര ആഘോഷങ്ങൾ ഉണ്ട്. ബഹുവചനമാണ്. അത് എഴുത്തിൽ എന്താണ്? ഏകവചനമാണെങ്കിലും അറബിയിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബഹുവചനമാണ്. അപ്പൊ എന്താണ്? കം ഈദൻ. എത്ര ആഘോഷങ്ങളുണ്ട്. ഫി സനത്തി വർഷത്തിൽ. സന എന്ന് പറഞ്ഞാൽ എന്താ? വർഷം, ഇയർ. ഫി സനത്തി വർഷത്തിൽ എത്ര ആഘോഷങ്ങളുണ്ട്. യാ സക്കരിയ, ഏ സക്കരിയ. അപ്പൊ സക്കരിയ എന്താ പറയുന്നത്? ഫി സനത്തി വർഷത്തിലുണ്ട്. എന്ത്? അമ്മക്ക് എത്ര മുസ്ലിങ്ങൾക്ക് എത്ര പെരുന്നാളുണ്ട്?
രണ്ട് രണ്ട് പെരുന്നാൾ. അപ്പൊ ഈദ് എന്നുള്ളത് എന്താണ്? ഏകവചനമാണ്. അതിന്റെ ദ്വിവചനമാക്കുമ്പോൾ എന്താക്കിയാൽ മതി? അവസാനം ഒരു അലിഫ് നൂൻ ഇട്ട് ഈദാനി കൊടുത്താൽ എന്താണ്? ഈദാനി. ഈദാനി ഈദാനി. വർഷത്തിൽ എത്ര ഉണ്ട്? 2 പെരുന്നാളുകൾ അഥവാ 2 ആഘോഷങ്ങൾ ഉണ്ട്. ആഘോഷങ്ങൾ സനത്തി വർഷത്തിലുണ്ട് ഈദാനി, 2 ആഘോഷങ്ങൾ. ഇനി അടുത്തത് പൂവാന്നുള്ളതിന്റെ ദ്വിവചനം എന്താന്നാ പറഞ്ഞത്? കുമ കുമ ഹുമ. അപ്പൊ എന്താണ്? ഹുമ. അവ അവ രണ്ടും. രണ്ടും അവ രണ്ടും ഈദുൽ ഫിത്രി വ ഈദുൽ അൽഹ. ഒന്നെന്താണ്? ഈദുൽ ഫിത്തറും മറ്റൊന്നെന്താ? ഈദുൽ അൽഹയും. ഈദുൽ അതായത് അദ്ഹയും. ചെറിയ പെരുന്നാളും ബലിപെരുന്നാളും. വലിയ ഇവിടെ ഈദുൽ ഫിത്തറിന്റെ ഗ്രാമർ ഒന്ന് പറഞ്ഞു എനിക്ക്. ഈദുൽ ഫിത്തർ എന്താണ് അവിടെ? ഇലാഫത്ത് ഇലാഫത്ത് ഇലാഫത്ത്. അതിനോടാണ് എന്ത് വന്നത്? ഫിത്തറിന് എന്ത് വന്നത്? കിസ്റ് അല്ല കസറ വന്നത്. കസ്റ് വന്നത്. ഈദുൽ അൽഹക്കോ? അതങ്ങനെ തന്നെ. യാ വന്നിട്ടുണ്ട് അവസാനം. അവിടെ എന്താണ്? ഈദുൽ ഫിത്തറും ഈദുൽ അൽഹ എന്താണ്? ഇലാഫത്താണ്. പക്ഷെ ഈദുൽ അൽഹന്റെ അൽഹക്ക് എന്തുകൊണ്ടാ കസ്റ് വരാത്തത്? ഞാൻ പറഞ്ഞതാണ്. യാ അത് യാ അല്ലല്ലോ. യാ പോലെ വരുന്നത് അലിഫ്. അത് യാന്റെ ഷേപ്പ് ആണെങ്കിൽ അത് ഉച്ചാരണത്തിൽ എന്താണ്? അലിഫ് അലിഫ്. അൽഹ. അപ്പൊ ഈ അവസാനം ഈ ഷേപ്പില് അഥവാ യാന്റെ ഷേപ്പിൽ വരുന്നതിന് എന്ത് വരില്ല? അതിന്റെ അവസാനം എന്ത് മാറൂല? കസറുണ്ട് അല്ല, അവസാനം മാറൂല. അർഫ് മാറില്ല. അർഫല്ല. അവസാനം മാറൂല. അൽഹ. അങ്ങനെ അവസാനം യാ ഷേപ്പിൽ വരുന്ന ഇത് നീട്ടാനുള്ളതിന് എന്ത് വരില്ല? അതിന്റെ അവസാനം ഏത് അവസ്ഥയിലും എന്ത് മാറൂല. അതുകൊണ്ടാണ് ഇവിടെ ഈദുൽ അൽഹക്ക് കസ്റ് കൊടുക്കാഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് അൽ മുദരിസ്. യാ ഇബ്രാഹിമു, ഇബ്രാഹിമ, അബൂക താജിറുൻ കബീറുൻ. അർത്ഥം എന്താണ്? നിന്റെ ഉപ്പ വലിയ കച്ചവടക്കാരൻ. നിന്റെ ഉപ്പ വലിയ കച്ചവടക്കാരനല്ലേ? വലിയ കച്ചവടക്കാരനാകുന്നു. അപ്പൊ താജിറുൻ കബീർ എന്നുള്ളത് എന്താണ് ഗ്രാമറായിട്ട് പറയുമ്പോ? അല്ലെങ്കിൽ സിഫത്ത് മൗസൂഫ്. താജിർ എന്നുള്ളതിന്റെ നാമവിശേഷണമാണ് എന്ത്? കബീർ എന്നുള്ളത്. അടുത്തത് നിന്റെ ഉപ്പ എന്താണ്? വലിയ കച്ചവടക്കാരനാകുന്നു. കം സയ്യാറത്തൻ ഇൻദഹു. എത്ര കാറുകൾ അവന്റെ അടുക്കലുണ്ട്? എത്ര കാറുകൾ ഉണ്ട്? ഇൻദഹു അദ്ദേഹത്തിന്റെ അടുക്കൽ. എത്ര കാറുകൾ ഉണ്ട്? അപ്പൊ എത്രയാണ്? സയ്യാറത്താനി രണ്ട് കാറുകൾ. സയ്യാറത്ത് എന്നുള്ളത് പറയുമ്പോ എന്താണ്? നമ്മളില്ലേ പൊതുവെ എല്ലാ വാഹനത്തിനും പൊതുവായിട്ട് എന്ത് ഉപയോഗിക്കും? അതായത് ജനറൽ ആയിട്ട് എല്ലാ വാഹനത്തിന്റെ പേര് പറയുമ്പോ എന്താ? സയ്യാറത്ത് എന്ന് ഉപയോഗിക്കും. പിന്നെ കാർ എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വാഹനത്തിന് എന്ത് ഉപയോഗിക്കും? സയ്യാറത്ത് എന്ന് ഉപയോഗിക്കും. പൊതുവെ വാഹനത്തിന് സയ്യാറത്ത് എന്ന് ഉപയോഗിക്കും. പിന്നെ കാറിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വാഹനത്തിന് എന്ത് ഉപയോഗിക്കും? സയ്യാറത്ത്. കം സയ്യാറത്തൻ ഇൻദഹു. അദ്ദേഹത്തിന്റെ അടുക്കൽ എത്ര കാറുകൾ ഉണ്ട്? ഇബ്രാഹിമു ഇൻദഹു അദ്ദേഹത്തിന്റെ അടുക്കൽ സയ്യാറത്താനി. ഇവിടെ കണ്ടില്ല? സയ്യാറത്ത് എന്നുള്ളത് യുവജനമാക്കിയപ്പോ എന്തായി? ആ താമർബൂത്ത് എന്തായി? ഇൻദഹു അദ്ദേഹത്തിന്റെ അടുക്കൽ സയ്യാറത്താനി 2 കാറുകൾ ഉണ്ട്. കബീറൻ 2 വലിയ. അപ്പൊ ഇതെന്താ അർത്ഥം പറയുമ്പോ? ഇൻദഹു രണ്ട് വലിയ കാറുകളും 2 ചെറിയ കാറുകളും. 2 വലിയ കാറുകളുണ്ട്. അപ്പൊ സയ്യാറത്താനി കബീറത്താനി ഗ്രാമറായിട്ട് പറയുമ്പോ എങ്ങനെ പറയാ? സിഫത്ത് മൗസൂഫ്. അപ്പൊ ഇതിൽ നമ്മൾ നേരത്തെ പഠിച്ചത് നമ്മൾ എന്താണ്? ഏകവചനത്തിന് മാത്രം പഠിച്ചത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്ത്? നമ്പറിൽ യോജിച്ച് വരണം എന്നുള്ളത്.
അപ്പൊ ഇവിടെ എന്താ സയ്യാറത്താൻ എന്നുള്ളത് ഡ്യുവൽ ഫോം ആയതുകൊണ്ട് അതിന്റെ നാമവിശേഷണം എന്തായിട്ട് മാറി? ഡ്യുവൽ ഫോം ആയിട്ട് മാറി. ഡ്യുവൽ ഫോം ആയിട്ട് മാറി. അപ്പം വസ് ഇന്റെ ഹൃദയത്തിലുണ്ട് സയ്യാറത്താനി കെബീറത്താനി, രണ്ട് വലിയ കാറുകളുണ്ട്. അപ്പൊ സയ്യാറത്താനി രണ്ട് ചെറിയ കാറുകൾ രണ്ട് ചെറിയ കാറുകൾ. അപ്പൊ സയ്യാറത്താനി സ്വഹീറത്താനി. സയ്യാറത്ത് എന്താണ്? മുഅന്നസ് ആയതുകൊണ്ട് സ്വഹീറത്ത് മുഅന്നസായി. സയ്യാറത്ത് മുഅന്നസ് ആയതുകൊണ്ട് കെബീറത്താനി എന്തായി? മുഅന്നസായി. ഓക്കെ. ഇനി അടുത്ത അൽ മുദരിസ് കം നാഫിദത്തൻ ഫി ഉർഫത്തിക യാ ഇസ്മായിലു. കം നാഫിദത്തൻ, എത്ര വിൻഡോസ്, എത്ര ജനലുകളുണ്ട്? എത്ര ജനലുകൾ ഉണ്ട്? ഈ എത്ര പുറത്തൊക്കെ ജനലുകൾ നിന്റെ ഉണ്ട്? റൂമിന് നിന്റെ റൂമിൽ നിന്റെ റൂമിന് എത്ര നിന്റെ ജനലുകളുണ്ട്? റൂം നിന്റെ നിന്റെ റൂമില് എത്ര ജനലുകളുണ്ട്. എത്ര ജനലുകളുണ്ട്? ജനലുകളുണ്ട്. ജനലുകൾ ഉണ്ട്? യാ അപ്പൊ ഇസ്മായിൽ എത്ര? ഫിഹ, ഫീഹ ഫിഹ അതിലുണ്ട്. അതിലുണ്ട്. അപ്പൊ ഈ നാഫിദത്താനി ഫിഹാന്ന് വരാൻ കാരണം എന്താണ്? നാഫിദത്തുൻ ഉർഫത്ത് ഉർഫത്ത്. ഉർഫത്ത്. അല്ല, ഉർഫത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ട്. അതിലുണ്ട്. ഏതിലുണ്ട്? ഉർഫത്തിലുണ്ട്. ഉർഫത്ത് എന്താണ്? മന്നസാണ്. അതുകൊണ്ട് എന്തായി? ഫീഹ എന്നായി. ഇനി അടുത്തത് ഫീഹ നാഫിദത്താനി, അതിലുണ്ട് നാഫിദത്താനി രണ്ട് ജനലുകൾ രണ്ട് ജനലുകൾ ഉണ്ട്. രണ്ട് ജനലുകൾ ഉണ്ട്. അൽ മുദരിസു അധ്യാപകൻ. ലിമൻ ഇനി അടുത്ത ലിമൻ ഹാദാനി ദഫ്തറാനി. അപ്പൊ ഇവിടെ എന്താണ്? ഹാദാനി എന്നുള്ളതിന്റെ എന്താണ്? ഹാദാ എന്നുള്ളതിന്റെ ദ്വിവചനാണ് എന്ത്? ഹാദാനി. ഹാദാ എന്നുള്ളത് എന്താണ്? ഏകവചനമാണ് ഇത്. അതിന്റെ ദ്വിവചനാണ് എന്ത്? ഹാദാനി. ഹാദാനി. ലിമൻ ഹാദാനി ദഫ്തറാനി. ഈ രണ്ട് നോട്ട്ബുക്ക് ലിമൻ ഹാദാനി ദഫ്തറാനി. ഈ രണ്ട് നോട്ട്ബുക്കുകൾ ആരുടേതാണ്? ലിമൻ ഹാദാനി ദഫ്തറാനി. ഈ രണ്ട് നോട്ട്ബുക്കുകൾ ആരുടേതാണ്? അപ്പൊ ഇവിടെ ഹാദാനി ദഫ്തറാനി. അപ്പൊ അതെന്താണ്? ഹാദാനി ദഫ്തറു എന്നുള്ളതിന്റെ ദ്വിവചനാണ് ദഫ്തറാനി. ഈ രണ്ട് നോട്ട്ബുക്കുകൾ ആരുടേതാണ്? അപ്പൊ എന്താണ്? അലി പറയും ഹുമാ, അവ രണ്ടും ആരുടേതാണ്? ലീ, എന്റേതാണ്. അവ രണ്ടും ആരുടേതാണ്? എന്റേതാണ്. അപ്പം ഹിയ ഹാദിഹി എന്നുള്ളതിന്റെ എന്താണ്? അതട്ടിയിട്ടുണ്ട്. അൽ മുദരിസു അധ്യാപകൻ. ലിമൻ ഹാത്താനിൽ മിസ്തറത്താനി. ലിമൻ ഹാത്താനിൽ മിസ്തറത്താനി. ഈ രണ്ട് റൂളർ പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് സ്കെയില് ആരുടേതാണ്? ഈ രണ്ട് സ്കെയിലുകൾ ആരുടേതാണ്? ഈ രണ്ട് സ്കെയില് ആരുടേതാണ്? അപ്പൊ ഹാത്താനി ദ്വിവചനായതുകൊണ്ട് മിസ്തറത്താനി. മിസ്തറത്തുൻ ആണ് കേട്ടോ. മിസ്തറത്താനി. അതിന്റെ ഏകവചനം മിസ്തറത്തുൻ ആണ് കേട്ടോ. മിസ്തറത്തുൻ അവസാനം താമർബൂത്താണ്. അത് ദ്വിവചനാക്കിയപ്പോ ഓപ്പൺ തായി. മിസ്തറത്താനി. ഈ രണ്ട് റൂളർ അഥവാ സ്കെയില് ആരുടേതാണ്? അപ്പൊ എന്താ യൂനുസ് പറയണത്? ഹുമാലി. അത് രണ്ടും എന്റേതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ഇവിടെ ഹാദാനി വന്നപ്പോൾ എന്താണ്? ഹുമാന്നാണ് ഉപയോഗിച്ചത്. ഹാത്താനി വന്നപ്പോഴും എന്താണ്? ഹുമാന്നാണ് ഉപയോഗിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് എന്ത് മനസ്സിലാവണം? സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും എന്താ ഉപയോഗിക്കല്? ഹുവന്റെ ഹിയന്റെ ദ്വിവചനം എന്താണ്? ഹുമ. അപ്പൊ ഈ ചാപ്റ്റർ ഹാത്താനി എന്താണ്? ദിസനല്ലേ? എന്തൊക്കെ നിങ്ങൾ പറഞ്ഞ ക്ലിയർ ആയില്ല. ഹാത്താനി എന്നുള്ള മീനിങ് എന്താണ്?
എന്താണ്? ഹാദിഹിന്നല്ലേ ദിവചനാണ് എന്ത് ഹാത്താനി. ഓഹോ. ഇത് ഹാദിഹി പറഞ്ഞ എന്താണ് ഇത്, ഹാത്താനി പറഞ്ഞ ഇത്, ഇവ രണ്ടും. ഓക്കെ ഓക്കെ ശരി. ഹാദ താങ്ക് യു. പറഞ്ഞാൽ ഇത്, ഹാദാനി പറഞ്ഞാല് ഇവ രണ്ടും. ഹാദിഹി എന്നുള്ളതിന്റെ ദിവചനം എന്ത് ഹാത്താനി. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ എന്ത് പഠിച്ച്? ഹാദ ഹാദിഹി, ഹാദന്റെ ദിവചനാണ് എന്ത് അല്ല, ഹാദാനി. സ്ത്രീലിംഗാണോ? ഹ- ഹ- ഹാദാ ഹാദാനി. ഹാദ എന്നുള്ളത് എന്താണ്? സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ നിങ്ങൾ പറഞ്ഞേരി. സാധാ പുല്ലിംഗം. നിങ്ങളല്ല പറഞ്ഞത്, പുല്ലിംഗല്ലേ? ഇപ്പൊ ആരാ ചോദിച്ചത്? ഇപ്പൊ ചോദിച്ചവര് പറഞ്ഞത് ഞാന് ഹാദ. അപ്പൊ ഹാദ പുല്ലിംഗം. എന്നുള്ളത് പുല, അപ്പൊ അതിന്റെ ദിവചനം എന്തായിരിക്കണോ? പുല്ലിംഗം. ഹാദാനി. ഹാദാനി. അപ്പൊ അതെന്തായിരിക്കും? പുല്ലിംഗം. അത് പുല്ലിംഗം ബഹുവചനം. പുല്ലിംഗ ബഹുവചനോ? ദിവചനം എന്ന് അങ്ങനെയല്ലേ? പറഞ്ഞാൽ എന്താണ്? ഏകവചനം. ദിവചനം സോറി. ഇപ്പൊ നമ്മൾ പുല്ലിംഗം പഠിക്കുന്നത് ദ്വിവചനം. പുല്ലിംഗ ദിവചനം. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ബഹുവചനം ഏകവചനമല്ല, ദിവചനാണ്. ദിവചനം പറഞ്ഞ ഡബിള്, രണ്ടെണ്ണം. നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏകവചനം എന്നുള്ളത് എന്താണ്? ഒന്നാണ്. സ്കൂല. ബഹുവചനം എന്നുള്ളത് എന്താ പറയാ? രണ്ടില് കൂടുതലുള്ള ആൾക്കാരെയാണ് പറയുന്നത് ബഹുവചനം. രണ്ടില് കൂടുതലുള്ള ആൾക്കാർ, അത് 3 ആവാം, 4 ആവാം, 5 ആവാം. 2 ആൾക്കാർക്കുള്ളതിനാണെന്ന് പറയാം ദിവചനം. അറബിയിൽ മുസന്ന എന്ന് പറയും. ഏകവചനത്തിന്റെ അറബിക് വേർഡ് എന്താ? എന്ത്? അത് മുസന്ന. അതിനാ പറയുന്നത് മുസന്ന. ഏകവചനത്തിന്റെ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഏകവചനം എന്നുള്ളതിന് ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ, ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബ് ആവേ. ഏകവചനം എന്നുള്ളതിന് അറബിയിൽ പറയല് മുഫ്രദ്. ദിവചനം അഥവാ ഡബിള് അല്ലെങ്കിൽ ഡ്യുവൽ ഫോം ഇനി പറയുന്ന അറബിയിൽ പറയുന്നത് എന്താണ്? മുസന്ന. പിന്നെ ബഹുവചനത്തിന് രണ്ടിൽ കൂടുതലുള്ള ആൾക്കാർക്ക് അറബിയിൽ പറയുന്നത് ജംഅ്. ഇതിലാർക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. പിന്നെ ഹുവ ഹിയ എന്നുള്ളതിന്റെ ദിവചനം മുസന്ന ഹുമ എന്നാണ്. അത് സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും ഹുമ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. ഹാദ എന്നുള്ളതിന്റെ ദിവചനം ഹാദാനി. ഹാദിഹി എന്നുള്ളതിന്റെ ദിവചനം ഹാത്താനി. പിന്നെ നമ്മൾ ഒരു മുഫ്രദിനെ ദിവചനമാക്കണമെങ്കിൽ അവസാനം അലിഫ് നൂന് ചേർത്ത് കൊടുത്താൽ എന്താവും? അത് ദിവചനമാവും. ഇനി അവസാനം താമർബൂത്തുള്ള ഒരു ഏകവചനം ആണെങ്കിൽ അതിനെ ദിവചനമാക്കണമെങ്കിൽ അലിഫ് നൂന് ഇടാം. പിന്നെ ആ ഏകവചനത്തിലുള്ള താമർബൂത്ത് എന്തായി മാറും? ഓപ്പൺ ആയിട്ട് മാറും. പിന്നെ കമ്മില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കന്നുള്ളത് എത്ര, ഹൗ മെനി എന്നുള്ളത് പറയാനാണ്. അതിനുശേഷം വരുന്നത് എന്തായിരിക്കും? എഴുത്തില് ഏകവചനമാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അറബിയിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബഹുവചനമാണ്. എഴുത്തിൽ അതെന്തായിരിക്കും? ഏകവചനമായിരിക്കും. പക്ഷെ അതെന്താണ്? നമ്മൾ പറയുമ്പോൾ ബഹുവചനമായിട്ടാണ് പറയേണ്ടത്. അപ്പൊ കമ്മിന് ശേഷം വരുന്ന വാക്കിന് എന്തായിരിക്കും? ഫത്ഹ് തൻവീൻ ആയിരിക്കണം, അഥവാ മൻസൂബ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. പിന്നെ നമ്മൾ എന്താണ്? ഫത്ഹ് തൻവീന് ഏത് വാക്കിനിടുമ്പോ എന്ത് വേണം? ഒരു അലിഫ് എന്ത് ചെയ്യണം? അതിന് സപ്പോർട്ടിന് കൊടുക്കണം. ഏതിനൊഴികെ? അവസാനം താമർബൂത്ത് ഉള്ളതിന് ഒഴികെ. താമർബൂത്ത് ഉള്ളതിന് എന്ത് കൊടുക്കണ്ട? അത് ഫത്ഹ് തൻവീൻ ഇടുമ്പോ അലിഫ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ തൻവീനുള്ള വാക്കുകൾ കണ്ടാലേ അത് എന്താണ് ദിവചന ആണെന്നാ മനസ്സിലാക്കണ്ടേ നമ്മള്? തെൻവീനോ? ഒരു ഇപ്പൊ ലാസ്റ്റ് 2 ഫത്തഹിട്ട തൻവീന്. അപ്പൊ അതിന്റെ മീനിങ് നമ്മൾ 2 എണ്ണം ഉണ്ടെന്ന് അതാ അങ്ങനെയാണോ മീൻ ചെയ്യണത്? ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? 2-ല് കൂടുതല്. ഇപ്പൊ ഈദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഘോഷം. ഈദൻ, എത്ര ആഘോഷങ്ങൾ. നമ്മൾ ദിവചനത്തിൽ മനസ്സിലാക്കേണ്ടത്, ദിവചനത്തിൽ അലിഫ് മാത്രമേ ലാസ്റ്റ് ഉണ്ടാവും, അലിഫ് നൂന് ലാസ്റ്റ് ഉണ്ടാവും. കണ്ടില്ലേ? ഈദാനി 2 പെരുന്നാളുകൾ, അജലത്താനി 2 ടയറുകൾ, സയ്യാറത്താനി 2 കാറുകൾ,
അലിഫ് നൂന് അവസാനം ഉണ്ടാവും എന്തിന് മുസന്നത്ത് അഥവാ ദ്വിവചനത്തിന്. ഇവിടെ ഈതൻ അചലത്തൻ ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ഏകവചനമാണ്. പക്ഷെ നമ്മൾ കമ്മിന് ശേഷം വരുമ്പോ എന്താണ്? അറബിയിൽ അതെന്താണ്? ബഹുവചനമായിട്ടാണ് പറയുന്നത്. എഴുത്തിൽ അത് ഏകവചനമാണെങ്കിലും നമ്മള് അർത്ഥം പറയുമ്പോ നമ്മള് സ്പീക്ക് ചെയ്യുമ്പോ എന്താണ്? അത് ബഹുവചനമായിട്ടാണ് പറയേണ്ടത്. ഡിഫറൻസ് മനസ്സിലായോ? പിന്നെ അപ്പൊ ഇത് അവസാനം അവസാനം ഫത്ഹ് തൻവീൻ ഇടുന്നത് ബഹുവചനത്തിനെയോ ദ്വിവചനത്തെയോ സൂചിപ്പിക്കാനല്ല. ഫത്ഹ് തൻവീന് ഇവിടെ ഇടുമ്പോ അലിഫ് അവിടെ ഇടണം. അത് അറബിയിലുള്ള പൊതു നിയമമാണ്. ഫത്ഹ് തൻവീന് വരുമ്പോ അവിടെ അലിഫ് ഒരു സപ്പോർട്ടിന് കൊടുക്കണം. ഏതിനൊഴികെ? അവസാനം താമർബൂത്ത് വരുന്നതിനൊഴികെ. അവസാനം താമർബൂത്ത് വരുന്നതിന് എന്ത് കൊടുക്കണം? അലിഫ് കൊടുക്കണ്ട. നിങ്ങളുടെ ഡൗട്ട്. എന്തായിരുന്നു? ആർക്കും ഡൗട്ട് ഇല്ല? ആരോ നേരത്തെ ചോദിച്ചിരുന്നല്ലോ, സുനി ചോദിച്ചത് എന്തോ പറയുമ്പോ ചോദിച്ചിരുന്നല്ലോ. അതെനിക്ക് മനസ്സിലായി ഇപ്പൊ പറഞ്ഞപ്പോ. ഞാനേ അവസാനത്തെ തൻവീനില്ലേ, ആ അത് ഏകവചനത്തിനാണോന്ന് ഞാൻ ചോദിച്ചത്. അപ്പൊ ആ ടീച്ചർ പറഞ്ഞു. ഏകവചനത്തിനാണ് തെൻവീന് അല്ല ഫത്ഹ് തെൻവീൻ ഇടുമ്പോ അലിഫ് വരാം. ബഹുവചനത്തിനോ നമ്മള് പിന്നെ ദ്വിവചനത്തിന് ഇടുമ്പോ അതിന് കൂടെ അലിഫ് മാത്രമല്ല അതിന് കൂടെ നൂനും ഉണ്ടാവും. ഇത് വചനത്തിന്. ദ്വിവചനത്തിന് അലിഫ് മാത്രമല്ല നൂനും ഉണ്ടാവും. പിന്നെ നൂന് കളയേണ്ട അവസ്ഥകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ പിന്നീട് കുറെ കഴിയുമ്പോ അങ്ങോട്ട് പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ അലിഫ് ഏകവചനത്തിന് മാത്രാണോ ഫത്ഹ് തൻവീന് അങ്ങനെ സൂചിപ്പിക്കുക? ഏകവചനത്തിൽ മാത്രാണോ? ഓ. ഏകവചനത്തില് ഉം, ഉം, ഉം. അജലത്തൻ എന്ന് പറഞ്ഞാല് ചക്രങ്ങൾ ഇവിടെ നമ്മളിപ്പോ ഇവിടെ കന്നില്ലെങ്കിൽ അചലത്ത് എന്നുള്ളതിന്റെ കന്നില്ല. ഇവിടെ അചലത്ത് എന്നുള്ള വേർഡ് മാത്രമാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ടയർ എന്നാണ്, വീല്. ഇവിടെ കന്ന് അജലത്തൻ. വന്നതിനോട് കന്ന് വന്നതിനോട് നമ്മൾ എന്താണ് അവിടെ ബഹുവചനമായിട്ട് പറയാണ്. എത്ര ടയറുകൾ. ഓക്കെ. അചലത്ത് എന്നുള്ള വേർഡ് എന്താണ്? ടയർ എന്നാണ്. അപ്പൊ അവിടെ കന്ന് വന്നതിനോട് എന്താണ്? അത് ബഹുവചനമായിട്ടാണ് പറയേണ്ടത് അവിടെ. ഓക്കെ. അജലത്തുൻ എന്നുള്ളതാണ് ടയർ അല്ലെ? ടയർ. അജലത്തുൻ. അചലത്തുൻ. അജലത്തുൻ ടയർ. അജലത്തൻ എന്ന് പറയുമ്പോ അത് ഏകവചനാണ്. പക്ഷെ കമ്മെന്ന് വരുമ്പോ ആ പിന്നെ എത്ര ബഹുവചനമായിട്ടാണ് ടയറുകൾ പറയേണ്ടത്. അല്ലേ? ബഹുവചനമായിട്ടാ പറയേണ്ടത്. ഇവിടെ എത്ര ടയറുകൾ. ഫത്ഹ് തൻവീന് വരാൻ കാരണം എന്താ? കമ്മിന് ശേഷം വരുന്ന വാക്കിന് എന്ത് വേണം? ഫത്ഹ് തൻവീന് വരണം. കമ്മിന് വേണ്ടി. ടീച്ചർ നിങ്ങള് ഷോർട്ട് വിടുമ്പോ ഇത് വിടണം കേട്ടോ. എന്ത്? നിങ്ങൾ ഷോർട്ടിലായിട്ട് വിടലുണ്ടല്ലോ ഓരോ അതില് പാഠത്തിന്റെ. അതിലെല്ലാം ഉണ്ടോ? അത് മതി. അപ്പളേ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ആവുള്ളൂ. മറ്റേത് ഇതൊക്കെ പാടാൻ. റെക്കോർഡിങ്ങളൊക്കെ കേൾക്കലുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സത്തെ കേട്ടിട്ടില്ല. അതിന്റെ മുന്നത്തെ വരെ കേട്ടിക്കണു. കഴിഞ്ഞ ക്ലാസ് കേൾക്കാൻ പറ്റിയില്ല, തിരക്കായിട്ട്. എനിക്ക് ആ റെക്കോർഡ് ക്ലാസ്സിലാണ് ഇങ്ങനെ കത്തണത്. മറ്റേത് മനസ്സിലാവും, പക്ഷെ എന്തോ ഒരു സുഖങ്ങൾ കിട്ടൂല. ഒക്കെ പാടെ വീഡിയോ കണ്ടിട്ട് കേൾക്കാം, അല്ലെങ്കിൽ റെക്കോർഡ് കേട്ടിട്ടാണെങ്കിൽ അത് കേട്ടിട്ട് മനസ്സിലാക്കാം. ഈ ചാപ്റ്ററിൽ എന്ത് ഡൗട്ട് ഉണ്ടോ? ഇത് ഞാൻ തുടക്കത്തിൽ ഉണ്ടായില്ല. അത് സാറില്ല, ഞാൻ റെക്കോർഡ് ക്ലാസ് കേട്ടോളാം. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു മിനിറ്റ്. ഓ. ഞങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. അല്ല, എക്സസൈസ്. ഒന്നാമത്തത് അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയതി മുസ്തഅമിലൻ അൽ മുസന്ന.
മുസന്ന ഉപയോഗിച്ച് അഥവാ ഡ്യുവൽ ഫോം അഥവാ ദ്വിവചനം ഉപയോഗിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാം ഉത്തരം ചെയ്യാൻ. അപ്പൊ ഒരു ഉദാഹരണം എന്താണ് ഇവിടെ? കം കലമൻ ഇന്ദക്ക. കം കലമൻ ഇന്ദക്ക പറഞ്ഞോളി. നിന്റെ അടുക്കൽ എത്ര പേനയുണ്ട്? പേന ഉണ്ടെന്നാണോ ചോദിക്കുന്നത്? പേനകളും പേന പേനകൾ. അത് അർത്ഥം അങ്ങനെ തന്നെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ പ്രാവശ്യം നേരത്തെ റിപ്പീറ്റ് ചെയ്തത് ബഹുവചനമായിട്ട് പറയണം. അത് ഏതില് ഏകവചനാണെങ്കിലും പറയുമ്പോൾ ബഹുവചനമായിട്ട് പറയണം എന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? നിന്റെ നിന്റെ അടുക്കൽ എത്ര പേനകൾ ഉണ്ടെന്നാ ചോദിക്കുന്നത്. അപ്പൊ ആൻസർ പറയുമ്പോ ഇന്ത്യ എന്റെ അടുക്കൽ ഉണ്ടെന്തേ. അപ്പൊ ആൻസർ എങ്ങനെ പറയണമെന്നാ പറഞ്ഞത്? ദ്വിവചനമായിട്ട് ഡ്യുവൽ ഫോം ആക്കിട്ട് പറയാനാ പറഞ്ഞത്, അഥവാ മുസന്നാക്കിയിട്ട് പറയാനാ പറഞ്ഞത്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ പറയേണ്ടത്? മുസന്നാക്കിയിട്ടാണ് പറയേണ്ടത്, അഥവാ ദ്വിവചനാക്കിയിട്ടാ പറയേണ്ടത്. അപ്പൊ ഇന്ത്യ കലമാനി എന്റെ അടുക്കൽ എന്തുണ്ട്? 2 പേനകളുണ്ട്. ഇനി അടുത്തത് നിങ്ങൾ തന്നെ വായിച്ചിട്ട് നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞത് എനിക്ക് ഒന്ന് വായിച്ചോളൂ. കിതാബൻ ഇന്ദക്ക. അല്ല, അർത്ഥം പറഞ്ഞ അർത്ഥം. നിന്റെ അടുക്കൽ എത്ര പുസ്തകങ്ങളുണ്ട്? എത്ര? അപ്പൊ ആൻസർ പറഞ്ഞോളി. ഹിന്ദി കിതാബ. ഹിന്ദി ശരിയാണ്. കിതാബാനി. ഹിന്ദി കിതാബാനി. ഇനി അടുത്ത വേറൊരാൾ വായിച്ചോളൂ. കം സപ്പൂറത്തും കം കം സബൂറത്തുൻ ഫീ ഫസൽക്കും ഫീ എത്ര ക്ലാസ്സുകൾ? ഫസ്ലിക്കും നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര ബ്ലാക്ക് ബോർഡുകൾ ഉണ്ട്? നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര ബ്ലാക്ക് ബോർഡുകൾ ഉണ്ട്? കം സബൂറത്തൻ ഫീ ഫസ്ലിക്കും. നിങ്ങളുടെ ക്ലാസ് റൂമിൽ എത്ര ബോർഡുകൾ ഉണ്ട്? അപ്പൊ ആൻസർ പറഞ്ഞോളി. ഒരു മിനിറ്റ്. ഇവിടെ ആരോടാ ചോദിക്കുന്നത്? ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര ബോർഡുകൾ ഉണ്ട്. അപ്പൊ ആൻസർ ഇന്ത്യ എന്നാണ് പറയേണ്ടത്, എന്റെ അടുക്കൽ എന്നാണ് പറയേണ്ടത്. ഇവിടെ ക്ലാസ്സിൽ അപ്പൊ അങ്ങനെ ആൻസർ പറയേണ്ടത് സബൂറത്താനി. സബൂറത്താനി. അത് ശരിയാണ്. ഫീ ഫസ്ലിന സബൂറത്താനി. അത് ശരി. ഇനി വേറെ രൂപത്തിൽ പറയാം. അത് ശരിയാട്ടോ. അത് തെറ്റായിട്ടല്ല പറയണത്, വേറെ കൂടി പറയാം. ഫീ ഫസ്ലീന. ഇവിടെ ഫസ്ലീന എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഇവിടെ ഫസ്ലിക്കും എന്നാ പറഞ്ഞത്. നിങ്ങളുടെ ക്ലാസ്സിൽ ഫീഹ എന്നാണ് വരാ. സബൂറത്താനി. അവിടെ ഫീഹി ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഫസ്ല് എന്റെ ആർക്കും എന്തൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റിൽ എന്താണ്? പുല്ലിംഗമായതുകൊണ്ട്. പുല്ലിംഗം ആയതുകൊണ്ടാണ് ഫീഹിന്ന് ഉപയോഗിച്ചത്. ഫീഹിന്ന് ഉപയോഗിക്കാൻ കാരണം എന്താ? ഫസ്റ്റിൽ എന്നുള്ളത് എന്താണ്? പുല്ലിംഗം ആയതുകൊണ്ടാണ് ഫീഹിന്ന് ഉപയോഗിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോളി. ഞാൻ പറയണവര് വായിച്ചോളിയാ. എല്ലാരും കൂടി വായിച്ചാൽ ആർക്കും മനസ്സിലാവില്ല. ഷഹറുദ്ദീൻ MP. നാലാമത്തെ ക്വസ്റ്റ്യൻ. കം റിയാലും ഇന്ദക്കൽ ആൻ യാലി അലി. ഒന്നും കൂടെ ഒന്ന് മൊത്തം വായിക്കോ. സ്ലോലി വായിച്ചോളി. കം റിയാലും ഇന്ദക്കൽ ആൻ യാലി. ഒരു മിനിറ്റ്. ഒരാൾ വായിക്കുമ്പോ മറ്റൊരാൾ വായിക്കില്ലേ, അപ്പൊ ആർക്കും മനസ്സിലാവില്ല. കം റിയാലൻ. അടുത്ത വായിച്ചോളി. ഇന്ദക്കൽ ആൻ. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇന്ദക്കൽ അൽ ആന ലി യലീന. യാ ലൈല. നിങ്ങൾ വായിച്ചിട്ട് എല്ലാവർക്കും കൂടി മനസ്സിലാവാനാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇവിടെ ആരോടാ പറയുന്നത്?
റിയാലും എന്തക്കൽ യാ ലൈല എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ലൈല എന്നുള്ളത് എന്താണ്? ഇന്ദക്കി അടുക്ക് ഞാൻ ചോദിക്കുന്നത് മനസ്സിലായി. നിങ്ങൾ ആൻസർ അതേ പറയില്ലേ. ലൈല എന്നുള്ളത് എന്താണ്? അത് നിങ്ങൾ ആദ്യം മനസ്സിലായി. ആ സ്ത്രീലിംഗമാണ്. ലൈല എന്നുള്ള വാക്ക് എന്താണ്? അവസാനം താമർഭൂത്ത് ലീല പറഞ്ഞ ചില സ്ത്രീകൾ നാമത്തിന് അവസാനം താമർഭൂത്ത് ഉണ്ടാവില്ല. അപ്പൊ ലൈല എന്നുള്ളത് എന്താണ്? ഒരു സ്ത്രീലിംഗാണ്. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോ എന്താ ചോദിക്കുന്നത്? കം റിയാലൻ ഇന്തക്കി. പെണ്ണിനോടാകുമ്പോ ഇന്തക്കി എന്നാണ് ചോദിക്കുന്നത്. ആണിനോടാണെങ്കിലാണ് ഇന്തക്ക. പെണ്ണിനോടാകുമ്പോ ഇന്തക്കി. കം റിയാലൻ ഇന്തക്കി അൽ ആന യാ ലൈല. അപ്പൊ അർത്ഥം പറഞ്ഞോളി. നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. എത്ര റിയാലാണ് നിന്റെ അടുക്കൽ ഇപ്പൊ ഉള്ളത്? യാ ആ ലൈല. ആ ഏ ലൈല, നിന്റെ അടുത്ത് എത്ര റിയാലുകളാണ് ഉള്ളത്? അപ്പൊ എന്താ ആൻസർ പറയാം? ഇന്ത്യ എന്റെ അടുത്ത് ഇന്ത്യ ഹിന്ദി റിയാലാനി റിയാലാനി. ഇന്ത്യ റിയാലാനി. റിയാലാനി ഇന്ത്യ റിയാലാനി. എന്റെ അടുക്കൽ 2 റിയാലാണ് ഉള്ളത്. ഇനി അടുത്ത 5. ഇഷ TS വായിച്ചോളി. കം ഉഖ്തൻ ലക്ക യാ അലിയു. കാം ഹേ ഉഖ്തൻ അലി ലക. ഹേ അലി, നിനക്ക് എത്ര സഹോദരിമാർ ഉണ്ട്? നിനക്ക് എത്ര സഹോദരിമാരുണ്ട്? അപ്പൊ അതിന് ആൻസർ എന്നാ പറയാ? ലീ ലീ അഖ്തൻ ലീ അഖ്താനി. ഞാൻ പറഞ്ഞില്ലേ, ഞാനില്ലേ ഒരു പറഞ്ഞോളി നാല്. ലീ ഉഖ്താനി. ലീ ഉഖ്താനി. എനിക്ക് എന്തുണ്ട്? 2 സഹോദരിമാരുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ പറയാണേ, നമ്മൾ ഒരു ഏകവചനത്തിനെ ദ്വിവചനമാക്കി മാറ്റുമ്പോ ആ ഏകവചനത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അവസാനം അലിഫ് നൂന് ചേർത്ത് കൊടുക്കാനല്ലാതെ വേറെ ഒരു വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഉഖ്ത് എന്നുള്ളത് എന്താണ്? സഹോദരി. അതിപ്പോ ഏകവചനാണ്. അത് ദ്വിവചനാക്കുമ്പോ ഉഖ്താനി. അത് അങ്ങനെ തന്നെ പറയാം. അല്ലെങ്കിൽ അഹ്താനിന്നോ ഉഖ്താനിന്നോ പറയണ്ട. ദ്വിവചനാക്കുമ്പോ ആ വാക്കിലൊരു വ്യത്യാസവും ഉണ്ടാവില്ല. അവസാനം അലിഫ് നൂന് ചേർത്ത് കൊടുക്കാന്നല്ലാതെ വേറൊരു വ്യത്യാസവും ഉണ്ടാവില്ല. അപ്പൊ എന്താണ്? ലീ ഉഖ്താനി. അതിന്റെ അടുത്ത് എനിക്ക് 2 സഹോദരിമാരുണ്ട്. ഇനി അടുത്തത് സീനത്ത്. എനിക്ക് വളരെ പതുക്കെ കേൾക്കണുള്ളൂ കേട്ടാ. എന്നാലും ഞാൻ പറയാം. പറഞ്ഞോളി. കം അമ്മൻ ലക്കി യാ ആമിനത്തു. നിങ്ങളല്ലോ പറഞ്ഞല്ലോ. അമ്മൻ ലക്കി യാ ആമിനത്തു. അപ്പൊ അർത്ഥം പറഞ്ഞോളി. നിനക്ക് എത്ര അമ്മൻ പിതൃ അമ്മാവന്മാരില്ലേ ഉണ്ട്? അമ്മിന ആരാ? എന്താ പറയാ? അമ്മ ആർക്കാ പറയാ? അമ്മ പിതൃ സഹോദരനല്ലേ? പൃഥ്വി സഹോദരൻ എന്ന് പറയുന്നതാണ് അമ്മൻ. അപ്പൊ എന്താണ് അർത്ഥം? ആമിന, നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? അമ്മാനി. അമ്മാനി. എനിക്ക് 2 പൃഥ്വി സഹോദരന്മാരുണ്ട്. ഇനി അടുത്ത റസീന, 7ാമത്തത്. കം സ്വദീഖൻ ലക യാ മുഹമ്മദു. മുഹമ്മദേ, നിനക്ക് എത്ര കൂട്ടുകാരന്മാരുണ്ട്? കൂട്ടുകാരുണ്ട്. അമ്മാനി എന്ന് എഴുതുമ്പോഴേ 2 അലിഫ്. അമ്മ ഒരു ദീർഘം, പിന്നെ നീന്നല്ലേ എഴുതണ്ടു? എന്ത്? അമ്മാനി എന്ന് എഴുതുമ്പോഴേ അമ്മാനി എഴുതുമ്പോ മാടെ ഒരു അലിഫ് മദ് ഉണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് കമ്മിന് ശേഷം വരുമ്പോ അതിന് ശേഷമുള്ള വാക്കിന് എന്ത് വേണം? ഫത്ഹ് തൻവീന് കൊടുക്കണം. അത് വിഭജനാക്കുമ്പോഴേ വിഭജനാക്കുമ്പോ അമ്മാനി ആ തെമീൻ അവിടുന്ന് പോകും. അല്ല, അമ്മ എന്നുള്ള പിന്നെ ആനി എന്നുള്ള പിന്നെ വേറൊരു അലിഫും നൂനും ഇടണം. അമ്മന്ന് ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ കലമ്മൻ അമ്മനുള്ളത് എന്താണ്? ഈ അലിഫ് വരാൻ കാരണം എന്താണ്? ഓക്കെ.
ഈ ഫത്ഹ് തൻവീൻ വന്നതിനോടാണ് ഈ ആ അലിഫ് വരാൻ ആ കാരണം. കമ്മ് ഓക്കെ ഓക്കെ. ഇവിടെ ഇനി ഒരു ഫത്ഹ് ആണെങ്കിൽ ഇവിടെ അലിഫ് ഉണ്ടാവില്ല. അമ്മ എന്നാണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു ഫത്ഹ് ഉണ്ടാവുള്ളൂ, ഇവിടെ തെൻവീൻ ഉണ്ടാവും, ഇവിടെ അലിഫ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഫത്ഹ് തൻവീൻ ആയതുകൊണ്ടാണ് ഇവിടെ അലിഫ് വന്നത്. ഇത് ദ്വിവചനാക്കുമ്പോ ഇതൊരു വിഷയമല്ല. ദ്വിവചനാക്കുമ്പോൾ ഈ അമ്മ അലിഫ് നൂന് ചേർത്ത് കൊടുക്കലാണ്. ഞാൻ അടുത്തത് ക്രിസ്റ്റീന. ലീ സ്വദീഖാനി, എനിക്ക് രണ്ട് അലി കൂട്ടുകാരുണ്ട്. സ്വദീഖാൻ. ഉം. ഇനി അടുത്തത് ഷാഹിന. കം ത്വാലിബൻ ജദീദൻ ഫി ഫസലിക്കും. ഫീഹി അല്ല, അല്ല, അർത്ഥം പറഞ്ഞിട്ട് ശരി. എത്ര പുതിയ വിദ്യാർത്ഥികളുണ്ട് ക്ലാസ്സിൽ? നിങ്ങൾ നിങ്ങളുടെ ഫുള്ള നിങ്ങളുടെ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പുതിയ കുട്ടികൾ? വിദ്യാർത്ഥികൾ ഉണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പുതിയ വിദ്യാർത്ഥികൾ ഉണ്ട്? ആൻസർ ഈ ഫസലിന താലിബാനി രണ്ട് പുതിയ തോലിബാനി. ജദീദാനി. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, എത്ര പുതിയ വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് പറയുമ്പോ ഫീ ഫസലീന തോലിബാനി ജദീദാനി. ഞങ്ങളുടെ ക്ലാസ്സിൽ രണ്ട് പുതിയ വിദ്യാർത്ഥികളുണ്ട്. അടുത്തത് സുബീന. كم مسجدا في قريتك يا زكريا؟ ഫീ കഴിഞ്ഞിട്ട് എന്താ വായിക്കുക? قريتك കറിയത്തിക്ക يا زكريا. യാ സക്കരിയ. അർത്ഥം അല്ലേ സക്കരിയ, നിങ്ങളുടെ സ്ഥലത്ത് എത്ര പള്ളികളുണ്ട്? നിങ്ങളുടെ അല്ല കേട്ടോ, നിന്റെ നാട്ടിൽ നിന്നാണ്. കറിയത്തിക്ക എന്നാണ്. പറയത്തിക്ക, നിന്റെ നിന്റെ നാട്ടിൽ എത്ര പള്ളികൾ ഉണ്ട്? അപ്പൊ ആൻസർ പള്ളികളുണ്ട്. വരുമ്പോൾ എന്താ പറയാ? കറിയത്തിക്ക കറിയത്തിന മസ്ജിദാനി. ഈ കറിയത്തിന മസ്ജിദാനി. ഞങ്ങളുടെ നാട്ടിൽ എന്തുണ്ട്? രണ്ട് പള്ളികളുണ്ട്. ഇനി അടുത്തത് 10 മിസ്രിയ. ഇതാരാ? സാംസൺ SM ആരാണ്? പേരില്ല കേട്ടോ, അതാ വായിക്കാത്ത. സാംസൺ SM. എന്നാ അടുത്തത് ഞാൻ ഷഹറുദ്ദീൻ വായിച്ചോളി. 10ാമത്തത് ഷഹറുദ്ദീൻ. كم فندق ഫുന്ദുഖൻ. كم فندق في هذا الشارع؟ കം ഫുന്ദുഖൻ ഫി ഹാദ ഷാരി. അർത്ഥം എത്ര ഹോട്ടൽ ഉണ്ട് പട്ടണത്തില്? ഷാരി ഷാരി. എന്താണ്? റോഡില്. റോഡില്. ഈ റോഡിൽ എത്ര? റോഡിൽ ഫി ഹാദ ഷാരിന. ഈ റോഡിൽ എത്ര ഈ ഹോട്ടലുകൾ റോഡില് ഉണ്ട്? എത്ര ഹോട്ടലുകൾ ഉണ്ട്? അപ്പൊ എന്താണ് ആൻസർ? എങ്ങനെ പറയാ? كم فندق في هذا الشارع؟ അങ്ങനെ പറയാം. ഈ ഫി ഹാദ റോഡിൽ ഷാരി. ഈ റോഡിൽ في ഉണ്ട് هذا എന്ത്? الشارع എത്ര ഹോട്ടലുകൾ ഉണ്ടെന്ന്? 2 ഹോട്ടൽ. ഫുന്ദുഖാനിയ. ഫുന്ദുഖാനി. 2 ഹോട്ടലുകൾ ഉണ്ട്. അല്ലെങ്കിൽ ഫുന്ദുഖാനി. ഇനി നമ്മള് ലൊമീർ ഉപയോഗിച്ച് സർവനാമം ആക്കി പറയാണെങ്കിലോ? ഫീഹി ഫുന്ദുഖാനി. അതിലുണ്ട് എന്ത്? 2 ഹോട്ടലുകൾ. ഫുന്ദുഖാനി. ഓക്കെ. ഇനി അടുത്ത ഷാഹിന. 11ാമത്തത്. കം അഹാ കം അഹാനല്ലേ? കം അഹൻ. കം അഹൻ ലക യാ സയ്യിദ് യാ സിയാദ. യാ സുവാദു. സുവാദ് എന്നുള്ളത് പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ? പുല്ലിംഗം. പുല്ലിംഗാണ്. ആരെങ്കിലും ഉണ്ടോ? സുവാദ് എന്നുള്ള പേര്
സുവാദ് ആണുങ്ങൾക്കല്ലേ സ്ത്രീലിംഗം ഏഹ് സ്ത്രീലിംഗം സ്വാദ് എന്നുള്ള പേര് എന്താണ്? സ്ത്രീലിംഗാണ്. അത് കുറെ പ്രാവശ്യം വന്ന പേരാട്ടോ. സ്വാദ് എന്നുള്ള പേരെന്താണ്? സ്ത്രീലിംഗാണ്. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കേണ്ടത്? കം അഹൻ കം അഹൻ ലക്ക യാ സുവാദ്. കം അഹൻ അഹൻ സ്വാദിനോടാ ചോദിക്കും. സ്വാദ് പെണ്ണാണ്. അപ്പൊ എന്താക്കണം? കം അഹൻ ഹിന്ദി ലക്കി ആക്കണം. ലക്കി. ലക്കി കം അഹൻ ലക്കി യാ സ്വാദു. സ്വാദ് നിനക്ക് എത്ര സഹോദരങ്ങൾ ഉണ്ട്? അപ്പൊ എന്താ ആൻസർ വരാം? ലി ലി ഉഹാനി അല്ല നീ അഹാനി അഹാനി അല്ല. അഹു എന്നുള്ളതിന്റെ മുസന്നാണ് എന്ത്? അഹവാനി. അഹവാനി ഇവിടെ കണ്ടില്ലേ? ഈ സ്ക്രീനിൽ കണ്ടില്ലേ? അഹു മുസന്നാഹു അതിന്റെ ദിവചനം അഹവാനി. ഓക്കെ അല്ലേ? ആ അഹു എന്നുള്ളതിന്റെ ദിവചനാണ് അഹവാനി. അഹവാനി എന്താണ്? നീ അഹവാനി. എനിക്ക് 2 സഹോദരന്മാരുണ്ട്. അപ്പം ഈ അബുൻ എന്നുള്ളതിന്റെ ദിവചനം എന്താണ്? അബുൻ. ഉം. അബുൻ എന്നുള്ള അത് ആർക്കും പറയാം കേട്ടോ. അബുൻ എന്നുള്ളതിന്റെ ദിവചനം എന്താണ്? അബവാനി അബവാനി അപ്പൊ എന്താ പറയാ? അപ്പൊ അർത്ഥം എങ്ങനെ പറയാ? അബു എന്നുള്ളത് ഉപ്പ. അബവാനി പറയുമ്പോ രണ്ടുപ്പമാര് ഞാൻ എയർമാൻ തൂങ്ങാൻ പറ്റൂല പൊന്നുട്ടിയെ. നീ ഉണ്ണിയെ അത് മ്യൂട്ട് ആക്കണേ. ആന്യ പറഞ്ഞോളി. അബു എന്നുള്ളതിന്റെ ദിവചന അപവാനി എന്നാണ്. അപ്പം അതിന്റെ അർത്ഥം എന്താ പറയാ? അപവാനി. രണ്ടുപ്പമാരും ഒരാൾക്ക് 2 ഉപ്പമാര് ഉണ്ടാവുന്നുള്ള പ്രാക്ടിക്കലി ഇല്ല പോസിബിൾ ആണോ? അല്ല. അല്ല അത് എവിടായാലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. 2 ഒരാൾക്ക് 2 ഉപ്പമാര് ഉണ്ടാവാന്ന് പറഞ്ഞ. അപ്പൊ അപവാനി എന്നുള്ളതിന് മീനിങ് പറയാം മാതാപിതാക്കൾ എന്നാണ്. പാരന്റ്സ്. അപവാനി എന്നുള്ളതിന് 2 ഉപ്പമാരെന്നൊന്ന് പറയാൻ പറ്റും. അപ്പൊ ആൾക്കാർക്ക് അങ്ങനെ ആണെങ്കിൽ പ്രാക്ടിക്കലി അതെന്തല്ല പോസിബിൾ അല്ല. അപ്പൊ അപവാനി എന്നുള്ളതിന്റെ അപവാനി എന്നുള്ളതിന്റെ മീനിങ് മാതാപിതാക്കൾ എന്നാണ്. ഓക്കെ അല്ല? ഇനി ഇതിൽ ഡൗട്ട് ഉണ്ടോ? നമുക്ക് നിർത്താം. ഇല്ലെങ്കിൽ നിർത്തല്ലേ? എന്നാ നിർത്താട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനക്കല്ലാഹു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം.